സ്വാഗതം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സന്ധ്യാ നേരത്തിലേക്ക് വാർത്തകളിലേക്ക് പോകാം. ആദ്യം നോക്കാം തലക്കെട്ട്. കൊച്ചി സേലം ദേശീയപാതയിൽ മലയാളികളെ ആക്രമിച്ച 4-അംഗ സംഘം പോലീസ് പിടിയിൽ. അറസ്റ്റിലായത് പാലക്കാട് സ്വദേശികൾ. മുഖം മൂടി സംഘത്തിന്റെ ആക്രമണം. മലയാളികൾ സഞ്ചരിച്ച കാറിനു നേരെ. പട്ടിമറ്റം സ്വദേശികൾ രക്ഷപ്പെട്ടത് മനോധൈര്യത്താൽ. മുടി വെച്ച് ഇറങ്ങിയപ്പോൾ നമുക്കറിയാം നമ്മളെ കൊല്ലാൻ തന്നെ ഇറങ്ങണമെന്ന്. ഒന്നല്ലെങ്കിൽ നമ്മുടെ ഇന്ന് എന്തെങ്കിലും അപകരിക്കാൻ വേണ്ടി തന്നെ ഇവർ വന്നതാണ്. കാരണം അവരുടെ അടി അതേപോലത്തെ അടിയായിരുന്നു. ഇന്ദിരാഗാന്ധി ഭാരതമാതാവെന്ന സുരേഷ് ഗോപിയുടെ പരാമർശം തള്ളി BJP. ഭാരതമാതാവിന്റെ ചിത്രം ഫേസ്ബുക്കിൽ കവർ ചിത്രമാക്കി BJP സംഘടനാ സെക്രട്ടറി സുഭാഷ് കണ്ണോത്ത്. സുരേഷ് ഗോപിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ BJP പ്രവർത്തകരുടെ പ്രതിഷേധം. ഇന്ദിരാഗാന്ധി പരാമർശത്തിൽ തെറ്റു പറ്റിയിട്ടില്ലെന്ന് സുരേഷ് ഗോപി. മാധ്യമങ്ങൾ ഉണ്ടാക്കിയ വിവാദം മുഖവിലക്കെടുക്കുന്നില്ല. കലാകാരനായി പോലും മാധ്യമങ്ങളെ കാണില്ലെന്നും സുരേഷ് ഗോപി. വിവാദ കാഫിർ പോസ്റ്റ് പിൻവലിച്ച് CPM സംസ്ഥാന കമ്മിറ്റി അംഗം KK ലതിക. ഫേസ്ബുക്ക് പ്രൊഫൈൽ ലോക്ക് ചെയ്ത KK ലതിക. CPM KK ലതികയെ തള്ളിപ്പറയാൻ തയ്യാറാകണമെന്ന് കോഴിക്കോട് DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ. CPM-ൽ ജീർണതയെന്ന VD സതീശൻ. മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ഇരുധ്രുവങ്ങളിൽ. പോരാളി ഷാജി ഒരു പ്രധാന CPM നേതാവിന്റെ സംവിധാനമെന്നും വിമർശനം. വോട്ടിംഗ് മെഷീൻ അട്ടിമറി വീണ്ടും ചർച്ചയാക്കി കോൺഗ്രസ്. ശിവസേന MPയുടെ ബന്ധു EVM അട്ടിമറി കേസിൽ അറസ്റ്റിലായത് വിമർശനം. വോട്ടിംഗ് മെഷീനുകൾ ഹാക്ക് ചെയ്യാനാകുമെന്ന ഇലോൺ മസ്കിന്റെ പ്രസ്താവനയെ പിന്തുണച്ച് രാഹുൽ ഗാന്ധിയും. പരിഹസിച്ച് BJP നേതാവ് രാജീവ് ചന്ദ്രശേഖർ. ന്യൂമാഹിയിൽ 13-കാരി പുഴയിൽ ചാടിയെന്ന് സംശയം. കുട്ടിയെ കാണാതായത് മൊബൈൽ ഫോൺ ഉപയോഗത്തിന് അമ്മ ശകാരിച്ചതിന് പിന്നാലെ. പുഴയോരത്ത് നിന്ന് കുട്ടിയുടെ ചെരുപ്പും കാൽപ്പാടുകളും കണ്ടെത്തി. തൃശൂർ, പാലക്കാട് ജില്ലകളിൽ വീണ്ടും ഭൂചലനം. പുലർച്ചെ 3:55-ന് വിവിധയിടങ്ങളിൽ പ്രകമ്പനം. ഭൂമി കുലുക്കത്തിൽ കൊമ്പൻ പാറന്നൂർ നന്ദൻ ഞെട്ടി ഉണരുന്ന CCTV ദൃശ്യങ്ങൾ പുറത്ത്. ഭൂചലനത്തിൽ ആശങ്കപ്പെടേണ്ടതില്ല എന്ന് റവന്യൂ മന്ത്രി K രാജൻ. സീറോ മലബാർ സഭ ഏകീകൃത കുർബാന തർക്കം രൂക്ഷം. എതിർത്തും പിന്തുണച്ചും വിശ്വാസികൾ. ഒരു ആർച്ച് ബിഷപ്പിനെ ഞങ്ങളുടെ പള്ളിയിലേക്ക് കേട്ടതില്ല. ഞങ്ങളുടെ മേത്ത് കയറി കളിച്ചറിഞ്ഞ് ഞങ്ങൾ വിടത്തില്ല. അത് ബിഷപ്പല്ല, ആരായാലും കൊള്ളാം. ഞങ്ങളുടെ കുർബാന ഞങ്ങൾക്ക് വേണം. ഞങ്ങളുടെ കുർബാന ഞങ്ങൾക്ക് വേണം. സർക്കുലർ കത്തിച്ച വിമത വിഭാഗം. സർക്കുലർ വായിച്ച് കാത്തലിക് നസ്രാണി അസോസിയേഷൻ. ഇടപ്പള്ളി പള്ളിയിൽ 2 വിഭാഗം വിശ്വാസികൾ തമ്മിൽ വാക്കുതർക്കം. ഇപ്പൊ എടപ്പള്ളി പള്ളിയിലെ വികാരിച്ചം പറയാണ് നാളെ മേൽ കുർബാന നമ്മൾ തിരിഞ്ഞു ഞങ്ങളത് അംഗീകരിക്കും. അല്ലാണ്ട് ഇവിടെ വന്നേക്കണ അണ്ടരണകൂടം ചെരുപ്പൂത്തിയൊന്നും അല്ല ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഞങ്ങൾ എടപ്പള്ളിക്കാരാണ്. ഞങ്ങൾ എടപ്പള്ളി ഇടവക ജനങ്ങൾക്ക് അറിയാം ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെ തീരുമാനിക്കും. ഞങ്ങൾ ഒരു ഇടയന്റെ കീഴിലാണ്, അല്ലാണ്ട് ആലഞ്ചേരിയുടെ ഗുണ്ടകളുടെ കീഴിലല്ല ഞങ്ങൾ. ബാബറി മസ്ജിദിനെ NCERT +2 പാഠപുസ്തകത്തിൽ നിന്നും വെട്ടി. 3 മിനാരങ്ങളുള്ള കെട്ടിടം എന്ന് മാത്രം പരാമർശം. 4 പേജുള്ള പാഠഭാഗം 2 പേജായി ചുരുക്കി. ബാബറി മസ്ജിദ് കർസേവകർ തകർത്തു എന്ന് വ്യക്തമാക്കുന്ന പത്രവാർത്തകളും പാഠപുസ്തകത്തിൽ നിന്നും ഒഴിവാക്കി. കണ്ണൂർ വളപട്ടണത്ത് മണൽ മാഫിയയെ സഹായിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി. SI ഉൾപ്പെടെ 4 ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റം. നടപടി വിജിലൻസ് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ.
തൃത്താലയിൽ പോലീസുകാരനെ കാറിടിപ്പിച്ച് അപായപ്പെടുത്താൻ ശ്രമിച്ച മുഖ്യപ്രതി അലൻ പിടിയിൽ. അലന്റെ പിതാവ് അഭിലാഷും കസ്റ്റഡിയിൽ. അലന്റെ സുഹൃത്ത് അജീഷിനായി തിരച്ചിൽ ഊർജിതം. കോട്ടയം വെസ്റ്റ് സ്റ്റേഷനിലെ ഗ്രേഡ് SIയെ കാണാനില്ല. അയർക്കുന്നം നീറിക്കാട് സ്വദേശി രാജേഷിനെ കാണാതായത് കഴിഞ്ഞ ദിവസം. ജോലിയിൽ മാനസിക സമ്മർദ്ദം നേരിട്ടിരുന്നതായി കുടുംബം. പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ഗുരുതര പരാതിയുമായി അതിജീവിത. പേരൂർക്കട ക്യാമ്പിലെ അസിസ്റ്റന്റ് കമാൻഡന്റ് നിഷോർ സുധീന്ദ്രനെതിരെയുള്ള പരാതിയിൽ നടപടി വൈകിപ്പിച്ചെന്ന ആരോപണം. നിഷോർ അശ്ലീല ചിത്രങ്ങളും സന്ദേശങ്ങളും അയച്ചെന്നും പരാതിയിൽ. കോഴിക്കോട് പേരാമ്പ്രയിൽ 14 വയസ്സുകാരനെ മർദ്ദിച്ച പിതാവ് അറസ്റ്റിൽ. പേരാമ്പ്ര പോലീസ് അറസ്റ്റ് ചെയ്തത് കരുവന്നൂർ സ്വദേശി ശ്രീജിത്തിനെ. ബാലാവകാശ നിയമപ്രകാരം കേസെടുത്ത് പോലീസ്. തിരൂരിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കു നേരെ തെരുവുനായ ആക്രമണം. വളവന്നൂരിൽ കുട്ടികൾക്കു നേരെ പാഞ്ഞെടുത്ത നായ്ക്കൂട്ടം. നായ്ക്കൾ ഓടി മാറിയത് താഴെ വീണ കുട്ടി ചെരുപ്പെറിഞ്ഞതോടെ. ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം തിരിച്ചടിയെന്ന് ഡോക്ടർ തോമസ് ഐസക്. പ്രശ്നം പാർട്ടി കമ്മിറ്റികളിൽ മാത്രം ചർച്ച ചെയ്ത് തീർക്കാവുന്നതല്ല. ജനങ്ങൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്ന് മനസ്സിലാക്കണമെന്നും മുൻ ധനമന്ത്രി. മുസ്ലിം വിരുദ്ധ പ്രസ്താവന നടത്തുന്നത് വെള്ളാപ്പള്ളിക്ക് ഹരമെന്ന് സമസ്ത മുഖപത്രം. ഈഴവരെ കാവിയുടിപ്പിക്കുന്നതാണ് വെള്ളാപ്പള്ളിയുടെ ലക്ഷ്യം. ആത്മസുഖത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ അപരന് വേദനയുണ്ടാക്കുന്നു എന്ന് മുഖപത്രത്തിൽ. ബാർകോഡ വിവാദത്തിൽ അർജുൻ രാധാകൃഷ്ണന്റെ മൊഴിയിൽ വൈരുദ്ധ്യമെന്ന് ക്രൈംബ്രാഞ്ച്. വാട്സാപ്പ് ഗ്രൂപ്പിലെ നമ്പർ ഇപ്പോഴും ഭാര്യാപിതാവിന്റേതെന്ന മൊഴി. നമ്പർ അർജുന്റെ ഭാര്യയുടെ പേരിലേക്ക് മാറ്റി ഉപയോഗിക്കുന്നത് അർജുൻ തന്നെയെന്നും ക്രൈംബ്രാഞ്ച്. OR കേളു മന്ത്രിസ്ഥാനത്തേക്കോ? കെ രാധാകൃഷ്ണന് പകരം പരിഗണിക്കുന്നതായി സൂചന. മന്ത്രിസഭയിലെ മറ്റൊരാൾക്ക് വകുപ്പിന്റെ അധിക ചുമതല നൽകിയേക്കും. പൈനാവിൽ വീടിനു തീയിട്ടത് ഭാര്യ മാതാവിനെ കൊല്ലാൻ. സന്തോഷ് വീട് കത്തിച്ചത് അന്നക്കുട്ടി വീട്ടിലുണ്ടാകുമെന്ന് കരുതി. ഭാര്യ പ്രിൻസിയെ വിദേശത്തേക്ക് അയച്ചത് സന്തോഷിന്റെ സമ്മതമില്ലാതെ. വിവാഹമോചനം ആവശ്യപ്പെട്ടതും പ്രകോപന കാരണമെന്ന് ഇടുക്കി SP. പാലക്കാട് മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികളുടെ അനിശ്ചിതകാല സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചു. തീരുമാനം അധ്യാപകരെ ഡെപ്യൂട്ടേഷനിൽ നിയമിക്കാമെന്ന ഉത്തരവിനെ തുടർന്ന്. അടിസ്ഥാന സൗകര്യങ്ങൾ ജൂലൈ 15-നുള്ളിൽ ഒരുക്കാമെന്ന് മന്ത്രിയുമായി നടന്ന ചർച്ചയിൽ ഉറപ്പു ലഭിച്ചു. SFIയും വിദ്യാർത്ഥി ഐക്യസമിതിയും സമരം അവസാനിപ്പിക്കും. യൂറോ കപ്പിൽ ഇംഗ്ലണ്ട് ഇന്ന് കളത്തിൽ. ആദ്യ മത്സരത്തിൽ സെർബിയ എതിരാളികൾ. നെതർലൻഡ്സ് പോളണ്ടിനെ നേരിടുന്നു. ഡെൻമാർക്ക് സ്ലോവേനിയ പോരാട്ടം ഇന്ന്. യൂറോ കപ്പ് മത്സരം നടക്കുന്ന ഹാംബർഗിൽ പോലീസ് വെടിവയ്പ്. മഴവുമായി ആക്രമണ ഭീഷണി മുഴക്കിയയാളെ വെടിവെച്ച് പോലീസ്. ഗുരുതരമായി പരിക്കേറ്റയാൾ ചികിത്സയിൽ. വെടിവയ്പ് നെതർലൻഡ്സ് പോളണ്ട് മത്സരം തുടങ്ങുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഒന്നാം ഏകദിനത്തിൽ ഉജ്ജ്വല സെഞ്ചുറിയുമായി ഇന്ത്യൻ താരം സ്മൃതി മന്ദാന. 127 പന്തിൽ 117 റൺസ് നേടി ഇന്ത്യൻ ഓപ്പണർ. ഏകദിന ക്രിക്കറ്റിൽ 7000 റൺസ് പിന്നിടുന്ന രണ്ടാമത്തെ താരം. ഇന്ത്യക്കെതിരെ ദക്ഷിണാഫ്രിക്കയ്ക്ക് 266 റൺസ് വിജയലക്ഷ്യം.
കേസിൽ വെടിവെപ്പ് 2 കുട്ടികൾ ഉൾപ്പെടെ 8 പേർക്ക് വെടിയേറ്റു. പ്രതിയെന്ന് സംശയിക്കുന്നയാളെ തൊട്ടടുത്ത വീട്ടിൽ മരിച്ച നിലയിലും കണ്ടെത്തി.